Hi, welcome to Treatmento. ഇതാണ് ഇന്നത്തെ ക്ലയന്റ്. ആള് ഈ അടുത്ത് തന്നെ ഹയർ സ്റ്റഡീസിനായിട്ട് അബ്രോഡിലേക്ക് പോവുകയാണ്. സോ പോകുന്നതിന് മുന്നേ പെർമനന്റ് ആയിട്ട് ഹെയർ ഒരു നീറ്റ് ടെക്സ്ചറിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് ആള് വന്നിട്ടുള്ളത്. അത്യാവശ്യം തിക്നെസ് ഉള്ള ഹെയർ ആണ്. ഈ തിക്നെസ്സിന് ഒട്ടും കുറവരാതെ തന്നെ ഒരു ബൗൺസി ലുക്കിൽ പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്ത് തരാമെന്നായിരുന്നു ആളുടെ ചോദ്യം. ഞാൻ ഹെയർ ചെക്ക് ചെയ്തപ്പോൾ ഹെയർ കുറച്ച് ഫ്രിസി ആണെങ്കിലും ഒരുപാട് ഡ്രൈനെസ് ഹെയറിൽ വന്നിട്ടില്ല. ഹെയർ ഇപ്പോഴും ഒരു ഹെൽത്തി സൈഡിലാണ് ഉള്ളത്. ഹെയറിൽ ഇതിനു മുമ്പ് കളറിങ്ങോ ട്രീറ്റ്മെന്റോ ഒന്നും ചെയ്യാത്ത വെർജിൻ ഹെയർ ആണ്. ഞാൻ ഹെയറിന്റെ എലാസ്റ്റിസിറ്റി ചെക്ക് ചെയ്തപ്പോൾ അതും ഗുഡ് ആണ്. എല്ലാം കൊണ്ടും പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ടൈപ്പ് ആണ്. ഞങ്ങൾ ഏത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പും ആ ഹെയറിന്റെ ഹിസ്റ്ററി, ഇപ്പോഴുള്ള കറന്റ് കണ്ടീഷൻ, ഹെയറിന്റെ ക്വാളിറ്റി ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടേ ട്രീറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യാറുള്ളൂ. ഹെയറിന് ഒരു വോളിമൈസ്ഡ് ലുക്ക് കിട്ടാൻ വേണ്ടി ലെങ്ത് കുറയ്ക്കാതെ തന്നെ ഒരു ബൗൺസി ലെയർഡ് ആയിട്ടാണ് ഹെയർ കട്ട് ചെയ്തിട്ടുള്ളത്. ക്ലയന്റിന്റെ ഫേസിൽ ഫ്രണ്ട് പോർഷനിൽ ഒരു ഡിഫറൻസ് കൊണ്ടുവരാൻ ബാങ്ക്സ് ഒരു ചിൻ ലെങ്ത്തിൽ വെച്ചാണ് കട്ട് ചെയ്തത്. അത് ഹെയറിന്റെ ഫ്രണ്ട് സൈഡിൽ ഇതുപോലെ നല്ല വോളിയം തോന്നിപ്പിക്കും. പെർമനന്റ് ബ്ലോ ഡ്രൈക്ക് ശേഷമുള്ള ഈ ഫൈനൽ ലുക്ക് കണ്ടാൽ മനസ്സിലാവും ഹെയറിന്റെ ടെക്സ്ചർ എത്രത്തോളം നീറ്റ് ആയിട്ടുണ്ടെന്ന്. ആ ഫ്രിസിനെസ് ഒക്കെ മാറി ഹെയർ കൂടുതൽ മാനേജബിൾ ആയിട്ടുണ്ട്. പെർമനന്റ് ബ്ലോ ഡ്രൈക്ക് ശേഷം ഹോം കെയർ ആയി ഈ 3 പ്രൊഡക്ട്സ് കൂടി യൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ലുക്ക് ഇതുപോലെ കൂടുതൽ നാളത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യാം.